എതിർപ്പല്ല, എതിർപ്പിന്റെ അപ്പുറത്തേക്ക് ആ വികാരം പോയി. വെറുപ്പാണ് ഈ സർക്കാരിനോട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വീടുകളിൽ നിന്ന് പോലും ആളുകൾ പറയുന്നു, നിങ്ങൾ നന്നായി പ്രവർത്തിക്കണം, കുറച്ചുകൂടി പ്രവർത്തിക്കണം, ജയിക്കണം, ജയിച്ച മതിയാവും. പ്രതീക്ഷിക്കാത്ത വീടുകളിൽ നിന്ന് പോലും വലിയ പ്രതികരണം ഉണ്ടാവുകയാണ്. കാരണം അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഒരു മാറ്റം വേണമെന്നാണ്. കേരളത്തിൽ കഴിഞ്ഞ 9.5 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ വെറുക്കുകയാണ്. എതിർപ്പല്ല, എതിർപ്പിന്റെ അപ്പുറത്തേക്ക് ആ വികാരം പോയി. വെറുപ്പാണ് ഈ സർക്കാരിനോട്. നമുക്കറിയാം, ജനജീവിതം മുഴുവൻ ദുസ്സഹപൂർണമാക്കി മാറ്റിയ ഒരു ഗവൺമെന്റാണ്. കേരളത്തിൽ കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ എന്താ സ്ഥിതി? കേരളത്തിലെ ഏറ്റവും പവിത്രവും പരിപാവനവുമായ ശബരിമലയിലെ അയ്യപ്പന്റെ അമൂല്യ വസ്തുക്കൾ കൊള്ളയടിച്ചതിന്റെ പേരിൽ CPM നേതാക്കളുടെ ജയിലിലേക്കുള്ള ഘോഷയാത്രയാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറെ പേര് ഇനി വരാനുണ്ട് അതിന്റെ പുറകെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിഷയമുണ്ടായപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷം കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വള്ളി പുള്ളി വ്യത്യാസം ഉണ്ടായോ? ഇവരെല്ലാം പറഞ്ഞതെന്താ? ഏതോ ഒരു പോറ്റി. ഞങ്ങൾ പറഞ്ഞു, ഏതോ ഒരു പോറ്റി മാത്രമല്ല, ദേവസ്വം ബോർഡിലെ CPM വച്ച പ്രസിഡന്റുമാരടക്കം, മന്ത്രിമാരടക്കം, CPM നേതാക്കന്മാരടക്കം ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ്. എതിർപ്പ് മാത്രമല്ല, എതിരഭിപ്രായം മാത്രമല്ല, ഈ സർക്കാരിനോട്, വിജയന്റെ സർക്കാരിനോട്, ഈ പിണറായി വിജയന്റെ സർക്കാരിനോട് ജനത്തിന് അങ്ങേയറ്റത്തെ വെറുപ്പിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നു. അതിനുള്ള ഏക കാരണം എന്ന് പറയുന്നത് ഈ വെറുപ്പ്. ഈ വിജയന്റെ ഈ സർക്കാരിനെ ജനങ്ങൾ ഇത്രമാത്രം വെറുക്കുന്നുണ്ടെങ്കിൽ ആ വെറുപ്പിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്, അതിന്റെ ഏറ്റവും വലിയ കാരണം, മർമ്മപ്രധാനമായ കാരണം അയ്യന്റെ പൊന്ന് കട്ടു എന്നുള്ളത് തന്നെയാണ്. മതമില്ല, വിശ്വാസമില്ല, അയ്യപ്പനില്ല, അമ്പലങ്ങളില്ല എന്നൊക്കെ ഇവർ പറഞ്ഞു നടന്നപ്പോഴും ഒരിക്കലും കേരളത്തിന്റെ പൊതുസമൂഹം ഈ പറയുന്ന ആളുകൾ അയ്യന്റെ പൊന്ന് കൊള്ളയടിക്കുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല. ഇവരോട് വിരോധമുള്ളവർ, ഇവരുമായി എതിർചേരിയിൽ നിൽക്കുന്ന ആളുകൾ പോലും അത്തരത്തിലൊരു കടന്ന കൈയിലേക്ക് ഇവർ കടന്നു ചെല്ലുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഒരു ഊഹം പോലും, അങ്ങനെ കരുതുക പോലും ചെയ്തിരുന്നില്ല. പക്ഷേ അതിനെയൊക്കെ, അത്തരത്തിലുള്ള വിശ്വാസങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അയ്യന്റെ പൊന്നും കള്ളയടിക്കുന്നതിലേക്ക് ഈ കൊള്ള സംഘത്തെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. ആ പറയുന്ന കൊള്ളയടി തന്നെയാണ് ഇന്ന് കേരളത്തിന്റെ സമൂഹം ഈ പറയുന്ന വിജയനെയും വിജയന്റെ സർക്കാരിനെയും ഇവരുടെ അടിമകളെയും ഇത്രയധികം വെറുക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഈ വിജയന്റെ സർക്കാർ ചെയ്തിരിക്കുന്നത് ഈ കൊള്ള മാത്രമല്ല കേട്ടോ, മനസ്സിലായില്ലേ? എല്ലാം കൊണ്ടും കേരളത്തിലെ പൊതുജനതയോട് ദ്രോഹം മാത്രം ചെയ്ത ഒരു സർക്കാരാണിത്. അവസാനമായിട്ട് പുറത്തു വന്ന കാര്യമാണ് ഈ പറയുന്ന അയ്യന്റെ പൊന്ന് കൊള്ളയടിച്ചത്. അതിൽ ആദ്യം ഒരു പോറ്റിയായിരുന്നു. ആ പോറ്റിയെ വട്ടമിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചകത്താക്കിയപ്പോ പോറ്റിയുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ദൃശ്യങ്ങളും ഫോട്ടോകളും ചിത്രങ്ങളും പുറത്തു വന്നപ്പോ അതൊക്കെ ഞങ്ങളെ കാണാൻ വരുന്ന ഫാൻസുകാരെടുത്തതാണ്. പിന്നെയും ഫോട്ടോകൾ വന്നു, പോറ്റിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതും പോറ്റിയുമായി രഹസ്യ സംഭാഷണങ്ങൾ നടത്തുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ വന്നു. അപ്പോഴും പോറ്റിയെ ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ പോറ്റിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ അങ്ങ് ചോദിച്ചപ്പോ പോറ്റി കടകട തത്ത പറയും പോലെ അങ്ങോട്ട് പറഞ്ഞു. ആദ്യം തുടങ്ങി മൂരാരി ബാബുവിൽ നിന്ന്, അവിടെ നിന്ന് തുടങ്ങി അതങ്ങനെ അങ്ങോട്ട് പോയി എവിടെ വരെ എത്തി? മൂരാരി ബാബുവിൽ നിന്ന് പിന്നെ N വാസുവിലേക്ക് എത്തി. N വാസുവിൽ നിന്ന് പത്മകുമാറിലേക്ക് എത്തി. ഇനി പത്മകുമാറിനെ കൊടയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. തിരക്ക് കൂട്ടണ്ട, നിങ്ങൾ ആരും തിരക്ക് കൂട്ടരുത്.
പത്മകുമാറിനെ കൊടയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നാളെയോ നാളെ കഴിഞ്ഞോ അടുത്ത ആളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അയ്യപ്പനെ പറയാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തെറി പറഞ്ഞ് നടന്നവരാ ഈ പറയുന്ന വിജയനും വിജയന്റെ അടിമകളും. അയ്യപ്പനെ അധിക്ഷേപിച്ചും അവഹേളിച്ചും അവസാനം ശബരിമലയെ കളങ്കപ്പെടുത്താൻ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തില് ഈ പറയുന്ന പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത് സ്ത്രീകളെ അവിടെ വരെ എത്തിച്ചു, യുവതികളെ ആ അയ്യപ്പന്റെ സന്നിധാനത്ത് വരെ എത്തിച്ചു. അങ്ങനെ ആ സന്നിധാനത്തെ കളങ്കപ്പെടുത്തിയവരാ ഇവര്. അയ്യപ്പന്റെ കോപം വിട്ടുപോകുവോ? എത്രയൊക്കെ സംഗമം നടത്തിയാലും, ആഗോള അയ്യപ്പ സംഗമം നടത്തിയാലും, ഇനി അതിനു മുകളിൽ വല്ല സംഗമം ഉണ്ടെങ്കിൽ അത് നടത്തിയിട്ടും കാര്യമുണ്ടാ? അയ്യപ്പന്റെ കോപം എങ്ങനെ പോകാനാ? കാരണം സന്നിധാനത്തെ കളങ്കപ്പെടുത്തിയവരാ ഇവര്. അയ്യന്റെ സ്വർണം മാത്രം കട്ടതാണെങ്കിൽ ചിലപ്പോ അയ്യനങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും. ഇതല്ല, അതിനപ്പുറത്തേക്ക് വിശ്വാസികൾ പവിത്രമായി കാണുന്ന ആ സന്നിധാനത്തെ പോലും കളങ്കപ്പെടുത്തിയവർ. അയ്യന്റെ കോപം അവിടെ മുതൽ തുടങ്ങി. അവസാനം ഈ കോപം ശമിക്കാൻ എന്താണ് ഒരു വഴി എന്നാലോചിച്ച് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഓടി പയ്യന്നൂരിലേക്ക്, ജോത്സ്യന്റെ അടുത്തേക്ക്. പയ്യന്നൂരിലെ ജോത്സ്യനെ പോയി കണ്ടു, പ്രതിവിധി തേടി. ജോത്സ്യൻ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം നടത്തുക. പക്ഷേ ആ ആഗോള അയ്യപ്പ സംഗമം നടത്തുക എന്ന് പറഞ്ഞ ജോത്സ്യൻ നൽകിയ നിർദ്ദേശത്തിൽ വീണ്ടും ഇവരെന്ത് ചെയ്തു? അതിലും വെള്ളം ചേർത്തു. എന്താ വെള്ളം ചേർത്തത്? ഇവരുടെ സ്വന്തം ആളായ RSSകാരനായ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചു. ആര് വായിച്ചു? N വാസവൻ വായിച്ചു. അതോടുകൂടി അയ്യപ്പനെ പ്രീതിപ്പെടുത്താൻ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം അത് അയ്യപ്പന്റെ ഏറ്റവും വലിയ കോപമായി, ഇടുത്തിയായി ഇവരുടെ തലയിൽ വീഴാനുള്ള ഒരു അവസരമായി മാറി എന്നുള്ളതാണ്. ആ ആഗോള അയ്യപ്പ സംഗമത്തില് നിങ്ങൾ കരുതും പോലെ ഈ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം എങ്ങാനും വായിച്ചില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അയ്യപ്പൻ ഒന്ന് ക്ഷമിച്ചേനെ. പക്ഷേ യോഗി ആദിത്യനാഥിന്റെ ഈ പറയുന്ന സന്ദേശം വായിക്കലോടുകൂടി അയ്യപ്പൻ ക്ഷമിക്കുന്നതിന് പകരം അയ്യപ്പന്റെ കോപം ഇരട്ടിയായി അതിവരുടെ തലയിൽ വീണു. ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന്റെ തൊട്ടു പിറ്റേ ദിവസമാണ് ഈ പറയുന്ന പോറ്റിയെ പോലീസ് പൊക്കുന്നത്. പോറ്റിയെ പൊക്കിയതിന് തൊട്ട് പിന്നാലെ മൂരാരി ബാബു, അതിന് തൊട്ട് പിന്നാലെ N വാസു, അതിന് തൊട്ട് പിന്നാലെ പത്മകുമാർ. ഇനി അടുത്തത് ആരാണ് എന്നുള്ളതാണ് അടുത്ത ചെസ് നമ്പർ. വളരെ ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്താണെങ്കിലും കളി ഇപ്പൊ താൽക്കാലികമായ ലഞ്ച് ബ്രേക്കിന് വേണ്ടി പിരിഞ്ഞിരിക്കുകയാണ്. ഈ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് കളി വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ആരാണ് അടുത്തതായി ഗ്രീസിലേക്ക് ഇറങ്ങുക എന്നുള്ള കാര്യം കൂടി നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. ആ ഗ്രീസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ വ്യക്തിക്ക് അവിടെ സെഞ്ചുറി അടിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഗോൾഡൻ ഡെക്കിൽ അയാൾ പുറത്താകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് കഴിഞ്ഞും ആളുകൾ വരും. ഈ അന്വേഷണം ഇപ്പോ പത്മകുമാറിനെ ഇങ്ങനെ കുടഞ്ഞു പിഴിയുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥര്. ആ പിഴിയൽ പത്മകുമാർ വായ തുറന്നാൽ അത് പ്രശാന്തിലേക്ക്, പിന്നെ വാസവനിലേക്ക്, കടകംപള്ളിയിലേക്ക്, അങ്ങനെ ഓരോരുത്തരേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. അഴകിയ രാവണൻ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി പറയുന്ന ഡയലോഗാ, വെറുത്ത് 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 വെറുപ്പിന്റെ അവസാനം ഈ കുട്ടിശങ്കരനോടുള്ള സ്നേഹമായി മാറുമെന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പോ എതിർത്ത് അവസാനം വിജയനോടുള്ള വെറുപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും കേരളത്തിന്റെ പൊതുസമൂഹം വെറുത്ത് തുടങ്ങിയിരിക്കുന്നു പിണറായി വിജയനെ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞിങ്ങനെ വരുന്നത്. സതീശൻ പറഞ്ഞ പോലെ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഘോഷയാത്ര എവിടെ ചെന്ന് ആരിലാണ് അവസാനിക്കുക എന്ന് നമുക്ക് പറയാൻ ഒക്കൂല ഇപ്പോ. എന്താണെങ്കിലും അതിന്റെ അവസാനത്തെ വ്യക്തി, ആ ഘോഷയാത്രയുടെ ഏറ്റവും പിന്നിലായി നിൽക്കുന്ന വ്യക്തി മറ്റാരുമായിരിക്കില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. മനസ്സിലായില്ലേ? അടിമകൾ പല വിധത്തിൽ ന്യായീകരണങ്ങൾ ഇറക്കി നോക്കുന്നുണ്ട്, പല വിധത്തിൽ ക്യാപ്സ്യൂളുകൾ. ഈ പറയുന്ന അയ്യന്റെ സ്വർണം, ഈ പത്മകുമാറിന്റെ അറസ്റ്റുമൊക്കെ അതൊരു ചർച്ച വഴിതിരിച്ചു വിടാൻ പലതരത്തിലാ. കഴിഞ്ഞ ദിവസം വലിയ ശ്രമങ്ങൾ നടന്നു. കുടിശ്ശിക തീർന്നു, ഇനി മുതൽ 2000 രൂപ. ഏതാ? അതന്നെ, അത് തന്നെ, അതായിരുന്നു.
ഇന്നിപ്പോ മറ്റൊരാള് ഇവരുടെ ആചാര്യൻ പി ജയരാജൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പൊന്നും ഞാനിവിടെ വായിക്കുന്നില്ല, ന്യായീകരണമാണ്. 2 വശമുണ്ട് എന്നാ പറയുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്ക് 2 വശമുണ്ട് എന്ന് പറഞ്ഞാ തുടങ്ങുന്നത്. വശം എത്രയുണ്ടെങ്കിലും എല്ലാ വശങ്ങളും വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയനിലേക്കാണ്. ജയരാജ, ആ കാര്യം മറക്കണ്ട. എല്ലാ വശത്തു നിന്നും, ഇടത്തു നിന്നും വലത്തു നിന്നും, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വിരലുകൾ ചൂണ്ടുന്നത്, ചൂണ്ടുപലക നേരെ തിരിയുന്നത് അത് വിജയനിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ജയരാജനും വേണ്ട, ഗോവിന്ദനും വേണ്ട. എത്രയൊക്കെ ന്യായീകരിച്ചാലും. ഇന്നലെ നിങ്ങൾ കണ്ടു ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരെ കാണുന്നത്. എന്താ മാധ്യമപ്രവർത്തകരെ കണ്ട് ഗോവിന്ദൻ പറഞ്ഞത്? പത്മകുമാറിനെതിരെ ഇപ്പോ ഒരു നടപടിയുമില്ല, കേസ് തെളിയട്ടെ എന്നാണ് പറയുന്നത്. കാരണം പത്മകുമാറിനെതിരെ ഇപ്പൊ നടപടിയെടുത്താൽ ജയിലിൽ കിടക്കുന്ന പത്മകുമാർ പലതും തുപ്പും, പല ബോംബും പൊട്ടിക്കും. അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാല് പലരും അകത്താകും എന്ന് മാത്രമല്ല, ആ ബോംബുകളിൽ ഒന്നിന്റെ പുറകിൽ അല്ലെങ്കിൽ ഒന്നിനു മീതെ പിണറായി വിജയന്റെ പേരായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഗോവിന്ദന് ഒരു സംശയവുമില്ല. അതാ ഗോവിന്ദൻ പറയുന്നത് ഇപ്പൊ നടപടിയില്ല. കാരണം ഇപ്പൊ പത്മകുമാറിനെ പ്രകോപിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ പത്മകുമാറിനെ പ്രകോപിപ്പിച്ചാല് വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം ഗോവിന്ദന് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ അത്തരത്തിൽ പ്രകോപനങ്ങൾ പാടില്ല. എങ്ങനെയെങ്കിലും പത്മകുമാറിനെ ഇങ്ങനെ തടവി മസാജ് ചെയ്ത് മെല്ലെ ഇങ്ങനെ ചേർത്ത് നിർത്തണം.